നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയാൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്ക് ഉറപ്പുണ്ട് അയാൾ വന്നത് നിന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ വേണ്ടി തന്നെയാണ്. എല്ലാ കാര്യങ്ങളും അച്ഛനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നവളല്ലേ നീ. ഇക്കാര്യത്തിലും എന്ത് വേണമെന്ന് നീ തന്നെ ആലോചിക്കും. രക്തബന്ധം അങ്ങനെ മുറിച്ചു കളയാൻ പറ്റുന്നൊന്നുമല്ല, അത് ഓർമ്മ വേണം. ഞാനൊന്ന് ആലോചിക്കട്ടെ, താൻ പോയിട്ട് പിന്നെ വാ. അയ്യോ സാറേ, എന്നെ അങ്ങനെ ഒഴിവാക്കി വിടല്ലേ. സാറും കൂടെ കൈവിട്ട പിന്നെ ഞാൻ മരിക്കും. എനിക്ക് വേറെ വഴിയില്ല. എന്നെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഞാൻ സാറിന്റെ കാല് പിടിക്കേ. താൻ എന്തൊക്കെയാ ഈ കാണിക്കുന്നത്? എഴുന്നേക്ക്. ജീവിതത്തിൽ ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത എന്റെ സങ്കടം സാറ് മനസ്സിലാക്കണേ. ദയവേത് സാർ എന്നെ കൈവിടല്ലേ. തന്നെ എനിക്ക് വിശ്വസിക്കാമോ? അയ്യോ, സാറിന് എന്നെ വിശ്വസിക്കാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ആ കുഞ്ഞിനെ എടുത്തോണ്ട് എങ്ങോട്ട് പോകാനാ? അതിനെ ഇനി നല്ല രീതിയിൽ വളർത്താൻ എനിക്ക് കഴിയും. ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കാൻ അതിനെനിക്ക് കഴിയും. അതിനേക്കാൾ നല്ലത് സർവ്വ സൗഭാഗ്യങ്ങളോടും കൂടി ആ കുഞ്ഞിവിടെ വളരുന്നത് ദൂരെ നിന്ന് കാണുന്നതല്ലേ സർ നല്ലത്. എനിക്കത് മതി. വളരുമ്പോ എന്റെ കുഞ്ഞാണെന്ന് അവൾ അറിയ പോലും വേണ്ട. ഈ വീട്ടിൽ ഒരു ജോലിക്കാരനാണെന്ന് എന്റെ മോളങ്ങ് കരുതിക്കോളും. എനിക്കതിലൊരു വിഷമമില്ല സാറേ. ദൂരെ നിന്ന് എന്റെ കുഞ്ഞിനെ കാണാനുള്ള അനുവാദം, അത് മാത്രം മതി. ഇയാൾ പറയുന്നത് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നാളെ എപ്പോഴെങ്കിലും ആ കുഞ്ഞിനോട് ഞാനാണ് നിന്റെ അച്ഛന്ന് ഇയാൾ പറഞ്ഞാലോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല സാറേ. ഞാൻ അങ്ങനെ പറയത്തില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ഈ വീട്ടിൽ വളരുന്ന കുഞ്ഞത് വിശ്വസിക്കോ സാറേ? ഒരിക്കലും ഇല്ല. ഞാനൊരു ജോലിക്കാരനാണെന്ന് മാത്രമേ കരുതൂ. ആർക്കും ഒരു ശല്യം ഉണ്ടാവാതെ ഈ വീടിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങി ജീവിച്ചോളാം സാറേ. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് സാറിന് തോന്നിയ ആ നിമിഷം സാർ എന്നെ പറഞ്ഞു വിട്ടോളൂ. ഞാൻ ഇവിടുന്ന് സന്തോഷത്തോടെ പൊക്കോളാം. സാർ എന്നെ ഇപ്പൊ ഒഴിവാക്കരുത്. എന്റെ കുഞ്ഞിനെ കാണാനുള്ള ഒരു അവസരം അത് സാർ എനിക്ക് നിഷേധിക്കരുത്. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇപ്പൊ ഈ പറഞ്ഞതിന് വിരുദ്ധമായി തന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ ആ നിമിഷം തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞുവിടും. മനസ്സിലായോ? താൻ തന്റെ വീട്ടിൽ പോയി കിടന്നോണം. രാവിലെ ജോലിക്ക് വന്നിട്ട് വൈകുന്നേരം സ്ഥലം വിട്ടോണം. അനുവാദമില്ലാതെ ഈ വീടിന്റെ അകത്തേക്ക് വരരുത്. ഇതൊക്കെ സമ്മതമാണെങ്കിൽ തനിക്ക് ഇവിടെ ജോലിക്ക് വരാം. സമ്മതമാണ് സാറേ. എനിക്ക് 100 വട്ടം സമ്മതം മതി. ഇത്ര മാത്രം മതി എനിക്ക് സാറേ. അച്ഛാ, അയാളെ വിശ്വസിക്കാവോ? അയാളുടെ ഉദ്ദേശം വേറെയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അയാൾക്ക് ജോലി കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കായിരുന്നു വേണ്ടത്. മോളെ, കുറച്ചു ദിവസം ആ കുഞ്ഞിനെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോ അർച്ചന എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് നമ്മൾ കണ്ടതല്ലേ. ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവൾ എന്തുമാത്രം വിഷമിച്ചു. അപ്പോ അയാളുടെ സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ അയാൾക്ക് എത്രമാത്രം വിഷമം കാണും. ദൂരെ നിന്ന് കണ്ടാ മതിയെന്നല്ലേ അയാൾ പറയുന്നത്. അതെങ്കിലും നമ്മൾ അനുവദിക്കണ്ടേ? അത്രയും ദയ നമ്മൾ അയാളോട് കാണിക്കണ്ടേ? ആ കുഞ്ഞിനെ ഇവിടുന്ന് എടുത്തോണ്ട് പോയാൽ
നന്നായി വളർത്താൻ പറ്റില്ലെന്ന് അയാൾക്ക് തന്നെ അറിയാം. എനിക്ക് തോന്നുന്നത് അയാൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. എന്തായാലും കുറച്ച് ദിവസം അയാൾ ജോലിക്ക് നിൽക്കട്ടെ, ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. അച്ഛനയാളുടെ കരച്ചില് വീണു. പക്ഷേ പേടിക്കേണ്ടത് നീയാ. അയാൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്കുറപ്പുണ്ട് അയാള് വന്നത് നിന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ വേണ്ടി തന്നെയാണ്. എല്ലാ കാര്യങ്ങളും അച്ഛനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നവളല്ലേ നീ. ഇക്കാര്യത്തിലും എന്ത് വേണമെന്ന് നീ തന്നെ ആലോചിക്കും. രക്തബന്ധം അങ്ങനെ മുറിച്ചു കളയാൻ പറ്റുന്നൊന്നുമല്ല, അത് ഓർമ്മ വേണം. ആലോചിച്ച് വേണ്ടത് ചെയ്യും. ഞാനൊരു ജോലിക്കാരനാണെന്ന് മാത്രമേ കരുതൂ. ആർക്കും ഒരു ശല്യം ഉണ്ടാവാതെ ഈ വീടിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങി ജീവിച്ചോളാം സാറേ. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് സാറിന് തോന്നിയ ആ നിമിഷം സാറിനെ പറഞ്ഞു വിട്ടോളൂ. ഞാൻ ഇവിടുന്ന് സന്തോഷത്തോടെ പൊക്കോളാം. എനിക്കുറപ്പുണ്ട് അയാള് വന്നത് നിന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ വേണ്ടി തന്നെയാണ്. സച്ചേട്ടാ, ശിവരാമേട്ടനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇവിടെ നിർത്താൻ സമ്മതിക്കരുത്. താൻ എന്തായി പറയുന്നേ? അതെ സച്ചേട്ടാ, എനിക്ക് അക്കാര്യത്തില് നല്ല ടെൻഷനുണ്ട്. താൻ ഇങ്ങനെ ടെൻഷനാവാതെ. കുഞ്ഞിനെ കൊണ്ടുപോകണമെന്നായിരിക്കില്ല അയാൾ വന്നത്. മാത്രമല്ല, നിയമപരമായി അയാൾക്ക് ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു ബാധ്യതയില്ല. നിയമപരമായ ബാധ്യതയില്ല എന്നുള്ളത് സത്യ. പക്ഷെ അയാളുടെ കുഞ്ഞിനെ നമ്മൾ വളർത്തുന്നത്, അത് നിഷേധിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അയാളെ കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ടല്ലേ നമ്മുടെ കയ്യില് ആ കുഞ്ഞിനെ കിട്ടിയത്. അയാൾ പറഞ്ഞത് മുഴുവൻ കള്ളത്തരോ. മാനസിക നില തെറ്റിയ അവസ്ഥയില അയാൾ കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്നല്ലേ പറഞ്ഞേ? ആ, എനിക്കങ്ങനെ തോന്നുന്നില്ല. അയാള് ഇപ്പൊ തിരിച്ചു വന്നത് മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാ. അയാളുടെ ലക്ഷ്യം എന്തായാലും നിയമപരമായി ഇത് നമ്മുടെ കുഞ്ഞാണ്. പക്ഷെ അയാൾ നമ്മൾ കാണാതെ എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടിപ്പോയാലോ? അതിന് തന്നെ അയാൾ വന്നെന്നുള്ളത് എനിക്ക് ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.